ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ അക്രമത്തിൽ അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൻ്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകും. അത് ഗൗരവകരമായി തന്നെ ആ വഴിക്ക് നീങ്ങും. പക്ഷെ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലമായി മൃഗീയമായ അക്രമമാണ് UDF കോൺഗ്രസ് പ്രവർത്തകരുടെ ജില്ലയിൽ ഉണ്ടായത്. എൻ്റെ കൈ അതിന് ജീവിക്കുന്ന ഉദാഹരണമാണ്. എൻ്റെ ഇടത് കൈക്ക് ഇപ്പോൾ ശേഷിയില്ല, ജലബി നഷ്ടപ്പെട്ടതാണ്. ഈ സൂരജിനും അഭിജിത്തിനും ഒക്കെ കിട്ടിയ മർദ്ദനങ്ങൾ, ഇവിടുന്ന് സംസ്ഥാന നേതാക്കളുടെ മർദ്ദനങ്ങൾ സമാനതയില്ലാത്തതാണ്. ഒരിക്കൽ പോലും ജനകീയ സമരങ്ങളെ മൃഗീയമായി അടിച്ചമർത്തുന്ന രീതിയോട് അംഗീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല. ഇത് തല്ലിയത് ഒരു MP-യാണ്. അത് തല്ലിയത് മാത്രമല്ല, ഞാനതിൻ്റെ ഐ വിറ്റ്നസ്സാണ്. ഞാനും അഭിജിത്തും അടുത്ത് നിൽക്കുകയാണ്. ആദ്യം തലയ്ക്കടിച്ചു, രണ്ടാമത് മൂക്കിനടിച്ചു, മൂന്നാമത് മൂക്കിനടിച്ചപ്പോൾ രക്തം പുറത്തു വന്നത്. രക്തം വാർന്നൊഴുകുമ്പോഴും തല്ലി. അപ്പോഴേക്ക് ഇരുട്ടിലേക്ക് മറഞ്ഞു. അവിടുത്തെ തെരുവ് വിളക്കുകളൊക്കെ ഓഫ് ചെയ്തിരുന്നു. അവിടെ ഉണ്ടാകുന്ന ചോദിച്ചാൽ മതി, ആ പരിസരമാകെ ഇരുട്ടായിരുന്നു. ആ പർട്ടിക്കുലർ പോലീസുകാരനെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം, പക്ഷെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പാർട്ടിക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല. എന്നാൽ അതിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് അറിയാം. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത് 2 DYSPമാരും നൽകുന്നു. ഇപ്പം ഇന്ന് നൽകും. ആ 2 DYSPമാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരൻ്റെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ DGPക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു 5-6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ SP വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. കോൺഗ്രസ് അത്തരമൊരു സമരം ചെയ്യുന്ന പാർട്ടിയല്ല, പക്ഷെ ചെയ്യാതെ രക്ഷയില്ല. ഈ റൂറൽ SP-യുടെ താമസ സ്ഥലമായ വടകരയിലെ വാടക വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഇതൊരു ഭീഷണിയല്ല, ഇത് അനിവാര്യമായ നടപടി സ്വീകരിക്കാത്ത അവരുടെ പ്രതിഷേധമായിരിക്കും ആ പരിപാടി. ഉപരോധം വെക്കും. DGP പരാതി കൊടുത്തു. ഇന്ന് വീണ്ടും ഞാൻ റിമാൻഡ് അയക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ റൂറൽ SP-യുടെ താമസ സ്ഥലമായ വീട്ടിൽ വടകരയിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. അടിച്ച പോലീസുകാർ അവിടെ 4-5 പേരുണ്ട്. LDF കൺവീനറുടെ സന്തത സഹചാരികളായ 6ഓളം പോലീസുകാർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു അവിടെ. ആ പോലീസുകാരുടെ പേരിലൊക്കെ ഞങ്ങൾക്കറിയാം. അവരാണ് അടിച്ചത്. പക്ഷേ അല്ല, പറയാം, അത് കണ്ടെത്തേണ്ടത് DYSPമാരാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. ഇരുട്ടിൻ്റെ മറവിൽ ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഏകദേശം അതാണ് ഞങ്ങൾക്കുണ്ട്. ഇന്ന് 2 ദിവസം ചേർന്ന് ക്ലിയറായി കിട്ടുകയും ചെയ്യും. ആ വിഷ്വലിൽ തന്നെ അടിച്ചു കഴിഞ്ഞ് മറഞ്ഞു പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഷാഫി അടിക്കുന്ന രംഗമുണ്ട്, അല്ലേ, മറഞ്ഞു പോകുന്നുണ്ട്. ആ പോലീസുകാരുടെയും ഈ 2 ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ റൂറൽ SP-യുടെ വീട് ഞങ്ങൾ ഉപരോധിക്കും. ഒരാഴ്ച ഞങ്ങൾ കാത്തിരിക്കും. ഈ സമരം ഇന്ന് വരെ കാണാത്ത സമരമാക്കി ഞങ്ങൾ മാറ്റും. മറ്റൊരു കാര്യം പറയാം, ഇനിയും ജനകീയ സമരങ്ങൾ വരാൻ പോവുകയാണ് ജില്ലയിൽ. ഒരുപാട് സമരങ്ങൾ വരാൻ പോവുകയാണ്. ഇതേപോലെയാണ് ഈ സമരത്തെ നേരിടുന്നെങ്കിൽ ഇതേ പ്രതിഷേധം ഞങ്ങൾ ആവർത്തിക്കും. റോഡിന് മുകളിലും ഓഫീസുകളിലുമല്ല ഇനി ഞങ്ങളുടെ സമരം ഉണ്ടാവുക. ആക്രമിക്കുന്ന, മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടിന് മുമ്പിലായിരിക്കും. ഞാനൊരു സമരം ഇതിനെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ACP അതിൻ്റെ ബന്ധുക്കൾ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് കയ്യേ കാലേ പിടിച്ചിട്ടാണ് സമരം ഒഴിവാക്കിയത്. അല്പമൊക്കെ മനസ്സിലിരുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഇനി ഉണ്ടാവില്ല, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ്, സത്യം പറഞ്ഞാൽ കാല് പിടിച്ച് മാപ്പൂരെന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ACPന് മുമ്പുള്ള സമരം ഒഴിവാക്കിയത്. ബിജുരാജിൻ്റെ വീട്ടിലുള്ള പേര് പറയാം, ഞങ്ങൾ ഒഴിവാക്കിയത്. അമ്മ ഞങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ഇതുണ്ടാവുന്നു. ഇത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. കോൺഗ്രസ് പോലീസിന് മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ ആവശ്യമാണ് ഈ 3 ആൾക്ക് നടപടി സ്വീകരിക്കുക. ഇല്ലെങ്കിൽ മാത്രമല്ല, അവിടെ ഒന്നും പാലിക്കപ്പെടും. ഗ്രാനേഡ് ഉപയോഗിക്കണമെങ്കിൽ, ലാത്തിച്ചാർജ് നടത്തണമെങ്കിൽ ചില പ്രൊസീഡിങ്സൊക്കെ ഉണ്ട്. ഒന്ന്, അവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അറിയണം. അങ്ങനത്തെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവരെ അനൗൺസ് ചെയ്യണം. അവിടെ എന്ത് അനൗൺസ് ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. വാർണിംഗ് ബോർഡ് വെക്കണം. ഒന്നും ഉണ്ടാവാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഫസ്റ്റ് ഡേ ഉള്ള റൂറൽ SP-യുടെ കമൻറ്റ് അവിടെ ലാത്തിച്ചാർജ് നടന്നിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പേരാമ്പ്ര ചോദിച്ചത് പത്രങ്ങൾ പറയാൻ പാടില്ല. ആരെങ്കിലും ഉമ്മ വെച്ചിട്ടാണോ ഷാഫിയുടെ മൂക്കിൻ്റെ എല്ല് പൊട്ടിയത്? എന്നിട്ട് CPM-കാർ പറയാണ് ഷോ ഓഫ് ആണെന്ന്. അതിനൊക്കെ ഞങ്ങൾ എന്താ പറയുക, ഒരു തേർഡ് റേറ്റ് കമൻറ്റിനെ മാത്രം കരുതി പുച്ഛിത്തല്ലാണ്. മൂന്നാം കട അന്തിപത്രത്തിൽ വരുന്ന വാർത്തയുടെ വില പോലും CPM-ൻ്റെ കമ്മിറ്റിന് കോൺഗ്രസും UDF നൽകുന്നില്ല. ഇതാ ഈ സൂരജിന് അടിച്ച കേസിൽ, ഈ സൂരജിനെ CCTV ഉള്ള സ്ഥലത്തു നിന്ന് മാറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു. വീട്ടുകാരും ബന്ധുക്കളും ഞങ്ങൾ പഴയ ഓഫീസിൽ ഇനി ആവർത്തിക്കില്ല എന്ന്, അല്ലെ നിഷേധിക്കട്ടെ, അവർ ആവർത്തിക്കില്ല എന്ന് ദയാപൂർവ്വം എടുത്തുള്ള സമരം ഞങ്ങൾ മാറ്റിയത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ പേരാമ്പ്ര DYSP സുനിൽ, വടകര DYSP ഹരിപ്രസാദ്, പിന്നെ അടിച്ച പോലീസുകാരൻ SP-യെ താക്കീത് ചെയ്യണം. SP ഇതിപ്പം ഇന്നും തുടങ്ങിയല്ല, റൂറൽ SP ഇത് ഇയാൾ CPM-ൻ്റെ ഗുണ്ടയേക്കാൾ മോശമായിട്ട് പെരുമാറുന്നത്. CPM-ൻ്റെ കൊടിസിനി എന്ന് പറയുന്ന ഗുണ്ടയേക്കാൾ മോശവും തേർഡ് റേറ്റുമാണ് റൂറൽ SP. ആ റൂറൽ SP-യാണ് ഞങ്ങളെ 2 ബലിഷ്ഠമായ കൈകൾക്കിടയിൽ ജോയൽ എന്ന് പറയുന്ന KSUക്കാരൻ്റെ കഴുത്ത് ചിരിച്ചത്. ഞങ്ങൾ നടത്തിയ ഉപവാസ സമരത്തിൽ പ്രഖ്യാപിച്ച കോൺഗ്രസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത 5 ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്.